സാറേ, ഈ കാവിൽ ജോണിയുടെ ഓഫീസ് ഇത് തന്നെയാണോ? മാനേജിംഗ് ഡയറക്ടർ ജോണിയല്ലേ? ആ, നേരെ അകത്തോട്ട് എന്നാ. യെസ്, കം ഇൻ. നിങ്ങൾ വയ്ക്കും, ഞാൻ വിളിപ്പിക്കാം. യെസ് സർ. എടാ അളിയാ, നീ എവിടെയായിരുന്നു ഇത്രയും കാലം? വാ വാ വാടാ. സ്വർണമാല, സ്വർണ ചെയിൻ, സിൽക്കിന്റെ ജുബ്ബ, നല്ല 1ാം ക്ലാസ് ടേബിള്, കൊട്ടാരം പോലത്തെ ഒരു ആപ്പീസ്. നീ ആരാടാ കോടീശ്വര? ഞാൻ പഴയ ജോണിയൊന്നും അല്ല, ജോണി മുതലാളി. ഏത് മുതലാളി ആയാലും ആ പെരുങ്കള്ളന്റെ ലക്ഷണം നിന്റെ മുഖത്തുനിന്ന് പോയിട്ടില്ല. ആ, നിന്റെ യോഗം. 3 ഫോടാ. ഈ കാണുന്നൊന്നും എന്റെ മാത്രമല്ല, നിന്റെയും കൂടിയാണ്. അല്ല, നീ എന്താ ഒരു അറിയിപ്പില്ല? ഭൈമിക്ക് എങ്ങനെയുണ്ട്? എന്ത് കുഴപ്പം? അവക്ക് സുഖം. ഫോറിൻ സിഗരറ്റാ? അതൊക്കെ പോട്ടെ. നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട്? വല്ല കുഴപ്പവും പറ്റിയോ? ആ, ഒരു കുഴപ്പം പിടിച്ച സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവനെ ഒന്ന് ഒളിപ്പിക്കണം. 2 മാസത്തേക്ക് മതി. 10 ലക്ഷം രൂപ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. കുറച്ച് രൂപയാ, 1 കോടിയുണ്ട്. 1 കോടിയോ? ആ, സായിപ്പിന്റെ വകയാ. സംഗതി ബ്ലാക്ക് മണിയാ. ഇവനെ ഒന്ന് ഒതുക്കണമല്ലോ. എന്റെ പൊന്നു പരമു, 1 കോടിയല്ല 1 കോടിയല്ല 10 കോടി കിട്ടിയാലും ഒതുക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ കയ്യിലുണ്ട്. എന്റെ പുതിയ ബംഗ്ലാവിൽ താമസം തുടങ്ങിയിട്ടില്ല. പണിയൊക്കെ തീർന്നു വരുന്നതേ ഉള്ളൂ. നമുക്കിവനെ അവിടെ ഒതുക്കാം. എടാ പരമുവേ, നീ അറിയോ ദേവേന്ദ്രന്റെ മകൻ കൊച്ചാപ്പിയെ? എനിക്കറിയത്തില്ല. ഞാനും അറിയത്തില്ല. പക്ഷെ ആ നാറ് വിചാരിച്ചാ പോലും ആ രൂപ കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. പിന്നെയല്ലേ ഇൻകം ടാക്സ്. ജോണി, ഞാൻ പോന്നു. സമയം പോയി. ഞാൻ ഇന്നലെ സായിപ്പ് മേടിക്കും. എവിടെപ്പാ? സംഗതി ഒന്നും ആയിട്ടില്ല. നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഒരു സാധനം തൊട്ടടുത്ത മുറിയിലുണ്ട്. എന്ത് സാധനം? കിളി, ചെറുകിളി, നല്ല 1ാം ക്ലാസ് പൈങ്കിളി. ഏതാടാ സാധനം? അതൊക്കെ ഉണ്ടടാ. എന്നാ അളിയൻ പോയി ഉപ്പ് നോക്കിട്ടോ, ഞാൻ 2 പെഗ് കൂടെ അടിക്കാം. അയ്യോ, ഞാൻ ഉപ്പൊക്കെ ഒത്തിരി നോക്കിയതാ. പാകത്തിന് ഉപ്പ്, പാകത്തിന് മുളക്, പാകത്തിന് മസാല, പിന്നെ ലേശം മധുരവും. ആനക്ക് അവനെ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക. തൊട്ടടുത്ത മുറിയെ നീ തുറന്നും കേറിക്കൊണ്ടാ മതി. ശരി. പിന്നെ അളിയാ, ഒരു മയത്തിനൊക്കെ വേണം. പിന്നെ നിന്റെ കിളിയല്ലടാ. കിളിക്ക് കുഴപ്പമൊന്നും വരത്തല്ലേ? മോളെ, പൊന്നോളെ, എന്നാ മിണ്ടുകല്ലേ? ഇങ്ങനെയൊന്നും അല്ലല്ലോ ജോണി പറഞ്ഞത്. എന്നാ ലൈറ്റ് ഒന്നിട്ടെ. അതും ചെയ്യല്ലേ? വേണ്ട, ഞാൻ തന്നെ ചെയ്യാം. എവിടെയാണ് നിന്റെ ഒരു സുന? എന്റെ ഭഗവാനെ. കുഞ്ഞെ, എന്തു പറ്റിയിരിക്കുന്നു കുഞ്ഞെ? കുഞ്ഞെങ്ങനെ ഇവിടെ വന്നു? അവൻ വല്ല ചതിയും കാണിച്ചോ കുഞ്ഞെ? ആ തെണ്ടിയെ ഞാനൊന്ന് കൊല്ലും. ആ ജോണിയെ ഞാൻ... ജോണി എന്നോട് ഒരു ചതിയും ചെയ്തിട്ടില്ല. ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് വേണ്ടി ഇനി ഒരു കൊലപാതകം ഉണ്ടാവുന്നുണ്ട്. പ്രയോജനമില്ല. പഴയ ഗീത എന്നേ മരിച്ചു. നീ ആയിരുന്നു ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോളാളിയാ? എന്തു പറ്റിയടാ? എന്തു പറ്റിയടാ?
ശവത്തെ കുത്തുന്ന തെണ്ടി അറിയാവുന്ന സകല ദൈവങ്ങളെയും വിളിച്ചോ. നിന്റെ കഥ ഇന്ന് ഞാൻ കഴിക്കും. എന്തടാ മടിച്ചു വെക്കുന്നത്? കൊല്ലടാ. കാമുകിയുടെ ചരിത്രം സംരക്ഷിക്കാൻ വന്നതല്ലേ നീ? അവളെ കുറിച്ച് അക്ഷരം വിടരുത്, നന്ദി കേട്ടോ നായേ. എനിക്കൊരു അവളോട് നന്ദി കാണിക്കേണ്ട ആവശ്യമില്ലടാ. ജനിച്ചു വീണപ്പം പോലെ അവളുടെ വീട്ടിൽ നിന്ന് നക്കിത്തുന്നത് ഞാനാണോ? അവളുടെ തന്തയെ ജയിലിൽ കയറ്റിയത് ഞാനാണോ? 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങിയിരിക്കുന്നു ഒരു സംരക്ഷകൻ. നിൽക്കണോ? ഭ്രാന്താശുപത്രി കിടക്കുന്ന അവളുടെ തള്ളക്ക് ചെലവിന് കൊടുക്കുന്നത് ഞാനാ, നിന്റെ തന്തയല്ല. വീടും പറമ്പും ജപ്തി ചെയ്ത് തെരുവിലിറക്കിയ അവക്ക് ഒരു ജോലിയും കയറിക്കിടക്കാൻ ഒരു ഇടവും കൊടുത്തത് ആരാണെന്ന് ചോദിക്ക്. ഞാനൊരു ബിസിനസ്സുകാരനാണടാ. കാശ് കൊടുത്തെങ്കിൽ അത് മുതലാക്കാനും എനിക്കറിയാം. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. മാപ്പ് ചോദിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലെന്നറിയാം. എന്നാലും ഞാൻ ചോദിക്കാം, ഗീതക്കുഞ്ഞ് എന്നോട് ക്ഷമിക്കണം. കുഞ്ഞിത് വെച്ചോളൂ. പഴയ പരമ തന്നാ കുഞ്ഞ് വാങ്ങുമെന്ന് എനിക്കറിയാം. ഈ കയ്യിൽ നിന്ന് ഞാൻ ഒത്തിരി വാങ്ങിച്ചിട്ടുള്ളല്ലേ. നീ ആ തുണിക്കട ജോലിക്ക് പോകണ്ട. കുറച്ച് പണം അമ്മയ്ക്ക് അയച്ചു കൊടുക്കണം. ഇനി അവന്റെ വീട്ടിൽ കുഞ്ഞ് താമസിക്കണ്ട. ഞാൻ കുഞ്ഞിനെ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കാം.